ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതിൽ ഉള്ള മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഉപകാരങ്ങൾ എന്താണ്, അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ വീഡിയോയിലേക്ക് നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറിറ്റ്സ് ആണ്, മെറിറ്റ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ മെറിറ്റ്സ് തന്നെ ഓരോ ഏരിയാസിലാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഓരോ ഏരിയാസിൽ ഏതൊക്കെ അഡ്വാൻറ്റേജസ് ആണ് കൊടുക്കുന്നതെന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് മെറിറ്റ്സ് മാനേജ്മെൻറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് എങ്ങനെ ഉപകാരപ്രദമാകും. നെക്സ്റ്റ് കോസ്റ്റ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് എങ്ങനെ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപകാരപ്പെടും. അതേപോലെ മെറിറ്റ്സ് ടു ഗവൺമെൻറ്റിന് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്. ദെൻ സൊസൈറ്റിക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെയൊക്കെയാണ് ഉപകാരപ്പെടുന്നത്. ഇത്രയും മെറിറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് മെറിറ്റ്സ് ടു മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിന് കോസ്റ്റ് അക്കൗണ്ടിനെ കൊണ്ടുള്ള മെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. ഇറ്റ് ഐഡൻറ്റിഫൈ പ്രോഫിറ്റബിൾ ആൻഡ് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ്. ഒരു ഓർഗനൈസേഷനിലുള്ള പ്രോഫിറ്റബിൾ, നമുക്ക് പ്രോഫിറ്റ് തരുന്നതും അതേപോലെ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തിന് കഴിയും, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്നും അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് നമുക്ക് അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് മാനേജ്മെൻറ്റിന് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ടുള്ള ഒരു ഉപകാരം. നെക്സ്റ്റ് നോക്കാം. ഇറ്റ് ഫർണിഷ് കോസ്റ്റ് ഡാറ്റ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, ഫർണിഷ് ചെയ്യുന്നുണ്ട്, അതായത് ഉണ്ടാക്കുന്നുണ്ട്. അതും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് മാനേജ്മെൻറ്റിന് ഉള്ള ഒരു മെറിറ്റാണ്. നെക്സ്റ്റ് ഇറ്റ് എക്സസൈസ് ടു കൺട്രോൾ ഓൺ മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർ ഹെഡ് കോസ്റ്റ്, ഐഡിയൽ ടൈം, ഐഡിയൽ കപ്പാസിറ്റി എക്സെട്ര. പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന എലമെൻറ്റ് ഓഫ് കോസ്റ്റുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആര്, കോസ്റ്റ് അക്കൗണ്ടിങ്. അത് മാനേജ്മെൻറ്റിന് വളരെ ഉപകാരപ്പെടും. അതായത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നു, കോസ്റ്റ് ഓഫ് ലേബർ കൺട്രോൾ ചെയ്യുന്നു, ഓവർ ഹെഡ് കോസ്റ്റ് അതായത് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ കൺട്രോൾ ചെയ്യുന്നു. ഐഡിയൽ ടൈം, നമ്മുടെ ഓർഗനൈസേഷനിൽ ഐഡിയലായി കിടക്കുന്ന ടൈം, അതായത് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. ഐഡിയൽ കപ്പാസിറ്റി, ഇതെല്ലാം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫിക്സിംഗ് ദ സെല്ലിംഗ് പ്രൈസ്. ഒരു മാനേജ്മെൻറ്റിന് ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് സഹായിക്കുന്നതാരാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ട് ഇത്രയും മെറിറ്റ്സുകളാണ് മാനേജ്മെൻറ്റിന് മാത്രമായിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ്, ഓർഗനൈസേഷണൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ നോക്കുക. ഫസ്റ്റ് എന്താണ്, അൺപ്രോഫിറ്റബിൾ ആയിട്ടും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു, മാനേജ്മെൻറ്റ് ഡിസിഷൻസിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഡാറ്റാസ് ഫർണിഷ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് കോസ്റ്റ്, ഐഡിയൽ ടൈം, ഐഡിയൽ കപ്പാസിറ്റി, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫിക്സിംഗ് ദ സെല്ലിംഗ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നു. ഓർഗനൈസേഷണൽ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ സഹായിക്കുന്നു. ഇത്രയാണ് മെറിറ്റ്സ് ടു മാനേജ്മെൻറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ട് മാനേജ്മെൻറ്റിനുള്ള ഉപകാരങ്ങളാണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെറിറ്റ്സ് ടു എംപ്ലോയീസ് ആണ്. എംപ്ലോയീസിന് എന്തൊക്കെ ഉപകാരങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ടുള്ളത് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് നോക്കാം. ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻസെൻറ്റീവ് സ്കീംസ് ആൻഡ് ബോണസ് പ്ലാൻസ്. ഇൻ ദിസ് വേ ഇറ്റ് ഓഫർ ബെറ്റർ വേജ് ടു എംപ്ലോയീസ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനൊക്കെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്, പലതരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് സ്കീമുകളുണ്ട്, അതേപോലെ ബോണസ് പ്ലാൻസ്, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് അക്കൗണ്ടിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി എംപ്ലോയീസിന് ഒരു ബെറ്റർ വേജ് കൊടുക്കാൻ എന്തിനു സഹായിക്കും, കോസ്റ്റ് അക്കൗണ്ടിങ് എംപ്ലോയീസിന് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. നെക്സ്റ്റ് അത് തന്നെയാണ് പറയുന്നത്, ഒരു ഗുഡ് വേജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ടു ഇൻട്രൊഡ്യൂസ് എ ഗുഡ് വേജ് സിസ്റ്റം.
നെക്സ്റ്റ് നോക്കുക, ഇറ്റ് ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ദി ഫേം. ഒരു ഫേമിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അതേപോലെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, ദെൻ പ്രോസ്പെരിറ്റി ഓഫ് ദി ഫേം ഇൻക്രീസ് ചെയ്യുക. ഇതെങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? നമ്മൾ എംപ്ലോയീസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് എംപ്ലോയീസിന് ഗുഡ് വേജ് സിസ്റ്റംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പം എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഫേമിൻ്റെ പ്രോസ്പെരിറ്റി ഇൻക്രീസ് ചെയ്യാനും പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷനിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതുവഴി എന്ത് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫേമിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അതും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ടുള്ള ഒരു ഉപകാരമാണ്. നെക്സ്റ്റ്, ഇറ്റ് മിനിമൈസ് ദ പോസിബിലിറ്റീസ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ്. എംപ്ലോയേഴ്സും വർക്കേഴ്സും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് പരമാവധി കുറയ്ക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മെറിറ്റ്സുകളാണ് എംപ്ലോയീസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഉള്ളതെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് മെറിറ്റ്സ് ടു ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിന് എന്തൊക്കെ മെറിറ്റ്സ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ട് ഉള്ളത് എന്നാണ് ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഗവൺമെൻറ് ഇൻ formulating policies relating to export, import, taxation, price control measures, wage fixation, etc. എന്തൊക്കെയാണ്? എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ടാക്സേഷൻ, അതേപോലെ നമ്മുടെ പ്രൈസ് കൺട്രോൾ മെഷേഴ്സ്, വേജ് ഫിക്സേഷൻ, ഇതിനൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഗവൺമെൻറ് പോളിസീസ് ഗവൺമെൻറ്റിന് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നുണ്ട്. സോ അതാണ് ഫസ്റ്റ് മെറിറ്റ് ടു ഗവൺമെൻറ്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്പ് ഇൻ നാഷണൽ പ്ലാൻസ് ആൻഡ് ബജറ്റ്സ്. ബജറ്റ്സ് പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്നു, അതേപോലെ നാഷണൽ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ത്? കോസ്റ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്പ് ഇൻ ലിവിങ് എക്സൈസ് ഡ്യൂട്ടി ആൻഡ് സെയിൽസ് ടാക്സ്. എക്സൈസ് ഡ്യൂട്ടി തീരുമാനിക്കുന്നതിനും സെയിൽസ് ടാക്സ് ലിവി ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. നെക്സ്റ്റ്, ഗവൺമെൻറ് ക്യാൻ run public sector enterprises effectively with the help of cost accountant. കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിന് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് കൊണ്ടുപോകാനും കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്ത്? മെറിറ്റ്സ് ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ടുള്ള മെറിറ്റ്സ് ആണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 3 എണ്ണമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ്? മെറിറ്റ്സ് ടു മാനേജ്മെൻറ്റ്, മെറിറ്റ്സ് ടു എംപ്ലോയീസ് ആൻഡ് മെറിറ്റ്സ് ടു ഗവൺമെൻറ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറിറ്റ്സ് ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ടുള്ളത് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കുക, കോസ്റ്റ് അക്കൗണ്ടിങ് കണ്ടക്ട്സ് എ വാർ എഗെയിൻസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് വേസ്റ്റ്. കോസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാണ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള വേസ്റ്റേജ് ഉണ്ടാവും. അത് ടൈം ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനൊക്കെ ഒരു വേസ്റ്റേജ്, അതായത് ആവശ്യമില്ലാത്ത ഈ വേസ്റ്റേജിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തൊക്കെ ഉപകാരമാണുള്ളത്? ദെർഫോർ കൺസ്യൂമർ ഗെറ്റ് എ ക്വാളിറ്റി പ്രൊഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്. അതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? നമുക്ക് ഒതുങ്ങാവുന്ന റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമുക്ക് കിട്ടുന്നു എന്ന് പറയാം. അത് നമ്മളെപ്പോലുള്ള സൊസൈറ്റിക്ക് എന്താണ്? ഉപകാരപ്രദമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ഇറ്റ് ബ്രിങ്സ് സ്റ്റെബിലിറ്റി ബൈ ഇംപ്രൂവിങ് മാനേജീരിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. അവരെന്ത് ചെയ്യുന്നു? ഒരു സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. എങ്ങനെ? മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്ത്? മെറിറ്റ്സ്. അതാണ് നെക്സ്റ്റ്. നെക്സ്റ്റ് നോക്കാം, ഇറ്റ് ഹെൽപ്പ് ഇൻ ക്രബിങ് ഇൻഫ്ലാഷണറി ടെൻഡൻസീസ് ഇൻ ദ എക്കണോമി. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പണപ്പെരുപ്പം എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ജനറൽ പ്രൈസ് ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇത് ക്രബ് ചെയ്യാൻ, അതായത് സമൂഹത്തിൽ നിന്ന് ഇത് പരമാവധി തുടച്ചു മാറ്റാൻ, അത് ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് സഹായിക്കുന്നു? കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് കണ്ടിന്യൂസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു വാരിയസ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. അവരെന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ടുള്ള മറ്റൊരു ഉപകാരമാണ് നമ്മുടെ സൊസൈറ്റിയിലെ വാരിയസ് സെക്ഷൻസിന് എന്ത് ചെയ്യുന്നു?
എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്രയും മെറിറ്റ്സ് ആണ് സൊസൈറ്റിക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ട് ഉള്ളതെന്ന് പറയാം. ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറിറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ എന്താണ്? ഇറ്റ് ഹെൽപ്പ് ദ ക്രെഡിറ്റേഴ്സ് ടു അസർടെയിൻ വെദർ ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഈസ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഇൻ ദ ബിസിനസ്. ഫസ്റ്റ് നമുക്ക് നോക്കാം, ക്രെഡിറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഓർഗനൈസേഷനിൽ എഫക്റ്റീവായിട്ടാണോ യൂസ് ചെയ്തതെന്നുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, കോസ്റ്റ് അക്കൗണ്ട്സ് ഹെൽപ്സ് ക്രെഡിറ്റേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ക്രെഡിറ്റ് വർത്ത്നെസ് ആൻഡ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ദി ഫേം. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ക്രെഡിറ്റ് വർത്ത്നെസ്സും അതേപോലെ ഫിനാൻഷ്യൽ സൗണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻ ഫിനാൻഷ്യലി സൗണ്ട് ആണോ, അതായത് ഫിനാൻഷ്യലി ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കോസ്റ്റ് അക്കൗണ്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് കോസ്റ്റ് കൺട്രോൾ. പിന്നെ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ കോസ്റ്റ് കൺട്രോളിങ്ങും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും മെറിറ്റ്സ് ആണ് എന്തിനുള്ളത്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? മെറിറ്റ്സ് ടു മാനേജ്മെൻറ്റ്, മെറിറ്റ്സ് ടു എംപ്ലോയീസ്, മെറിറ്റ്സ് ടു ഗവൺമെൻറ്, മെറിറ്റ്സ് ടു സൊസൈറ്റി ആൻഡ് മെറിറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? മെറിറ്റ്സ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീമെറിറ്റ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇതിൻ്റെ എന്താണ് ചീത്ത വശങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് യൂണിഫോമിറ്റി ആണ്. ഓക്കെ, ലാക്ക് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഓർഗനൈസേഷൻസും, അതായത് പലതരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, അവർ കോസ്റ്റ് റെക്കോർഡ്സും റിപ്പോർട്ടൊക്കെ അവരുടേതായിട്ടുള്ള രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ മുന്നേ പഠിച്ച രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ച് ഒരു പ്രൊഫോമ ബേസിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് എന്താണ്? യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുന്നില്ല. കാരണം ഓരോ ഓർഗനൈസേഷൻസും അവരുടെ കോസ്റ്റ് റെക്കോർഡ്സും അവരുടെ കോസ്റ്റ് റിപ്പോർട്ട്സൊക്കെ അവരുടേതായ മെത്തേഡ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അവർ റെക്കോർഡ് ചെയ്ത് പോകുന്നത്. സോ അതൊരു ഡീമെറിറ്റായിട്ട് പറയാം. പിന്നെ നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് ഡാറ്റ ഫോർ അറൈവിങ് ഡിസിഷൻസ് എടുക്കാൻ മാത്രം ആയിട്ട് ഡാറ്റ, അതായത് ഡിസിഷൻസ് അറൈവ് ചെയ്യാൻ മാത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നില്ല. അതാണ് ഇറ്റ് ഡസ് നോട്ട് ഓഫർ സൊല്യൂഷൻസ് ടു എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് എന്ത് ചെയ്യുന്നില്ല? സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നില്ല? സഹായിക്കുന്നില്ല. നെക്സ്റ്റ്, ഇറ്റ് റിക്വയർ ഹെവി എക്സ്പെൻഡിച്ചർ. കൂടുതൽ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള ഒന്നാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോസ്റ്റ് കമ്പ്യൂട്ടഡ് ഫോർ വൺ പർപ്പസ് മേ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ സം അതർ പർപ്പസ്. അതായത് നമ്മൾ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു വട്ടം കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്താൽ ആ ഒരു കോസ്റ്റ് പിന്നെ നമുക്ക് മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. അതാണ് മറ്റൊരു ഡീമെറിറ്റ്സ്. അത് ഒന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്താൽ ഇറ്റ് മേ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ സം അതർ പർപ്പസ്. അത് മറ്റൊരു പർപ്പസിന് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. അതും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഡീമെറിറ്റ്സ് ആണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ ട്രേഡിംഗ് കൺസേൺ ആൻഡ് നോട്ട് അപ്ലിക്കബിൾ ഫോർ സ്മോൾ കൺസേൺ. അതായത് ട്രേഡിംഗ് കൺസേൺസിനും അതേപോലെ സ്മോൾ എൻ്റർപ്രൈസസിനും എന്ത് ചെയ്യുന്നില്ല? കോസ്റ്റ് അക്കൗണ്ടിങ് സ്യൂട്ടബിൾ അല്ല അല്ലെങ്കിൽ അപ്ലിക്കബിൾ അല്ല. മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസിന് മാത്രമേ കോസ്റ്റ് അക്കൗണ്ടിങ് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ട്രേഡിംഗ് കൺസേൺസിന് എന്തില്ല? കോസ്റ്റ് അക്കൗണ്ടിങ് സ്യൂട്ടബിൾ അല്ല എന്ന് പറയാം. അതേപോലെ ചെറിയ എൻ്റർപ്രൈസുകൾ, വലിയ എൻ്റർപ്രൈസസ് വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോസ്റ്റ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. ചെറിയ സ്മോൾ എൻ്റർപ്രൈസസിന് എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്യൂട്ടബിൾ അല്ല അല്ലെങ്കിൽ അപ്ലിക്കബിൾ അല്ല എന്ന് പറയാം. പിന്നെ ഇതെന്താണ്? നോട്ട് ആൻ ആക്യുറേറ്റ്. അത് നമ്മുടെ പലതരത്തിലുള്ള അസംഷൻസിൻ്റെ ബേസിലും പ്രിസംഷൻസിൻ്റെ ബേസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എക്സാക്ട്ലി ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ്സ് എ നോട്ട് ആൻ ആക്യുറേറ്റ് എന്ന് പറയാൻ കാരണം. ഇത്രയുമാണ് എന്ത്? ഡീമെറിറ്റ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. സെക്കൻഡ് ഇസ് ഇറ്റ് പ്രൊവൈഡ്
Data for arriving decisions. It does not offer solutions to a problem. Next, it require heavy expenditure. Next എന്താണ്? Cost computer for one purpose may not be suitable for some other purpose. Next, it is not applicable for trading concern and not applicable to small enterprises. Next, it is not an accurate. Okay. അപ്പോൾ ഇത്രയാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അതേപോലെ നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ, ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻസിന് ചോദിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ പറഞ്ഞു എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസിൽ നിന്നാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ എന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ അക്കൗണ്ട്സ് ഓഫ് ദ ഹോൾ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ, ഒരു മൊത്തം ബിസിനസ്സിൻ്റെ എന്താണ് അക്കൗണ്ടാണ് എന്ത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഹോൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ ഓൺലി എ പാർട്ട് ഓഫ് ദി ഹോൾ അക്കൗണ്ട്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് കോസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഹോൾ അക്കൗണ്ട്സിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് എന്ത് കോസ്റ്റ് അക്കൗണ്ട്. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് ഡിഫറൻസ്, ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡിസ്ക്ലോസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ദ ബിസിനസ് ആസ് എ ഹോൾ. ബിസിനസ്സിന് മൊത്തമായിട്ടുള്ള നെറ്റ് റിസൾട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നത്, ഡിസ്ക്ലോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ് ചെയ്യുന്നത്? കോസ്റ്റ് അക്കൗണ്ട് ഡിസ്ക്ലോസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ജോബ്, പ്രൊഡക്റ്റ് എക്സെട്ര. കോസ്റ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതേപോലെ ഓരോ ജോബിൻ്റെയും ഓരോ പ്രൊഡക്റ്റിൻ്റെയും എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. മറ്റേത് ഫിനാൻഷ്യൽ അക്കൗണ്ട് മൊത്തമായിട്ടുള്ള നെറ്റ് റിസൾട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഈച്ച് ജോബ് ആൻഡ് ഈച്ച് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നു, ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് തേർഡ് വൺ എന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ട് ഡീൽ വിത്ത് ഓൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. എല്ലാ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസും ഡീൽ ചെയ്യാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട് ചെയ്യുന്നത്. ബട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇറ്റ്സ് ഡീൽ വിത്ത് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. മാനുഫാക്ചറിങ്, സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് അക്കൗണ്ട്സ് ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഫിനാൻഷ്യൽ അക്കൗണ്ട് റെക്കോർഡ് ഓൺലി ആക്ച്വൽ കോസ്റ്റ്. അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫിനാൻഷ്യൽ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ബട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്താണ്, ബോത്ത് ആക്ച്വൽ ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അതായത് നമുക്ക് ഉണ്ടാകുന്ന ഹിസ്റ്റോറിക്കൽ കോസ്റ്റും അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഫ്യൂച്ചർ കോസ്റ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കൂടി കോസ്റ്റ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ഫിനാൻഷ്യൽ അക്കൗണ്ട് ഡീൽ വിത്ത് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, പുറത്തുള്ള അതായത് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസ്, അതായത് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഔട്ട്സൈഡർ ട്രാൻസാക്ഷൻസ് കൂടി ഡീൽ ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റ്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്താണ് ചെയ്യുന്നത്, അത് ഓൺലി ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് സിക്സ്ത് വൺ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ടു അസർട്ടൈൻ ദ കറക്റ്റ് profit or loss of the business and to show the true fair view of the statement of affairs. നെക്സ്റ്റ് എന്താണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ് ചെയ്യുന്നത്, കറക്റ്റ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അസർട്ടൈൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ശരിയാണോ അല്ലെങ്കിൽ ഫെയർ ആണോ എന്ന് നോക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ചെയ്യുന്നത്. ബട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അസർട്ടൈൻ ദ ട്രൂ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ഷൻ്റെ ഒറിജിനൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ ഗൈഡഡ് ബൈ ജനറലി അക്സെപ്റ്റബിൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നമ്മൾ പഠിച്ചിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനെ ഗൈഡ് ചെയ്യുന്നത്. 7 കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്താണ്, ടൈലർ മെയ്ഡ് സ്യൂട്ട് ടു നീഡ് ഓഫ് സ്പെസിഫിക് ഓർഗനൈസേഷൻ, ഡിവിഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓരോന്നിനും ഓരോ തരത്തിലുള്ള മെത്തേഡ്സും ടെക്നിക്സും ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്തിൽ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. നെക്സ്റ്റ് 8 എന്താണ്, ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട് സ്റ്റോക്ക് ഇസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്.
കോസ്റ്റ് പ്രൈസോ മാർക്കറ്റ് പ്രൈസോ ഇതിലേതാണോ കുറവ് അതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ. നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലോ കോസ്റ്റ് ഇസ് ഓൾവേസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് സ്റ്റോക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മെറിറ്റ്സും ഡീമെറിറ്റ്സും ഡിഫറൻസും ആണ് എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മെറിറ്റ്സ് ആണ്. അത് മെറിറ്റ്സ് ടു മാനേജ്മെൻറ്റ് പറഞ്ഞു. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് മാനേജ്മെൻറ്റിനുള്ള ഉപകാരം, എംപ്ലോയീസിനുള്ള മെറിറ്റ്സ് പറഞ്ഞു, ഗവൺമെൻറ്റിനുള്ള മെറിറ്റ്സ് പറഞ്ഞു, സൊസൈറ്റിക്കുള്ള മെറിറ്റ്സ് പറഞ്ഞു, അതേപോലെ ക്രെഡിറ്റേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനുമുള്ള മെറിറ്റ്സും പറഞ്ഞു. അതേപോലെ എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ട് ഉണ്ടാവുന്ന ഡീമെറിറ്റ്സ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡീമെറിറ്റ്സും നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസും കമ്പയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മെത്തേഡ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.